കേരളത്തിന് പുറമെ 11 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. രാഹുൽ ഗാന്ധി മുതൽ ഹേമമാലിനി വരെ 89 മണ്ഡലങ്ങളിൽ നിന്നായി 1206 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. കേരളത്തിലെ 20 സീറ്റിന് പുറമെ കർണാടക 14, രാജസ്ഥാൻ 13, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര 8 വീതം, മധ്യപ്രദേശ് 7, ബീഹാർ, അസം 5 വീതം, ഛത്തീസ്ഗഡ്, ബംഗാൾ 3 വീതം, ത്രിപുര, കാശ്മീർ 1 വീതം, മണിപ്പൂരിലെ ഒരു മണ്ഡലത്തിലെ ബാക്കിയുള്ള ബൂത്തുകൾ എന്നിവിടങ്ങളിലാണ് 26-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളമാണ് മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏക സംസ്ഥാനം. രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ വോട്ടെടുപ്പ് നടക്കുന്നതും കേരളത്തിൽ തന്നെ. രാഹുൽ ഗാന്ധി മുതൽ ഹേമമാലിനി വരെ 89 മണ്ഡലങ്ങളിൽ നിന്നായി 1206 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഇവരിൽ പ്രധാനി. വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ എതിരാളി CPI ദേശീയ നേതാവ് ആനി രാജയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും മത്സരരംഗത്തുണ്ട്. AICC ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും പാർലമെന്ററി കാര്യമന്ത്രി V. മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്നും ജനവിധി തേടും. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലും രണ്ടാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട്. കർണാടക മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി മാണ്ഡ്യയിൽ നിന്ന് ജനവിധി തേടുന്നു. BJPയുടെ തേജസ്വി സൂര്യ, കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഹേമമാലിനി, രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ട് എന്നിവരും രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന പ്രമുഖരാണ്. ഇലക്ഷൻ ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.